ചോദിച്ചോട്ടെ ചോദിക്കാലോ. ചേട്ടൻ എങ്ങനെയാണ് ഈ സിനിമ കയറിയപ്പോ? അതെ, ഈ സിനിമ മേഖലയിൽ പിന്നെ എന്ത് സിനിമ മേഖല അത് ചേട്ടൻ സിനിമയില് ചേട്ടൻ എന്ത് വരുന്നു? സിനിമയിൽ എന്താന്ന് പറ ചേട്ടാ. ഞാൻ പറയട്ടെ, ചേട്ടൻ ഒരു സീറ്റ് തന്നിട്ടുണ്ട്. ചേട്ടൻ അപ്പൊ അവിടെ ഇരിക്കണം, എന്റെ മടിയിൽ ഇരിക്കല്ലോ. ഈ സീറ്റാ കുറച്ചുകൂടെ കംഫർട്ടബിൾ. താൻ അവിടെ ഇരിക്കണം. എത്ര പെട്ടെന്നാണ് നിങ്ങൾ ചെയ്തത്. എനിക്ക് നല്ല ഷൈ ആണെന്നൊക്കെ പറയട്ടെ. ഇത് അവിടെ കളിച്ചു വരുന്നത്. പക്ഷെ എന്നാലും വളരെ നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ എന്തൊക്കെ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നു ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത് ആരാ? നിങ്ങൾ തന്നെ ഗ്രൂമേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും സ്ക്രിപ്റ്റ് എഴുതണം അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് അതായത് അപ്പൊ തന്നെ തരില്ല, 4 ദിവസം ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഓരോ ആൾക്കാരുണ്ട്, ഒരു ഗ്രൂമേഴ്സിന് തന്നെ 4 ടീം കാണും. അതിലൊരു ടീമായിരിക്കും ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് കണ്ടന്റ് ആദ്യമേ പറയും. അത് കഴിഞ്ഞ് പിന്നെ എന്തേലും അതിൽ കിട്ടുന്ന കൗണ്ടർ ഇങ്ങനെ പറഞ്ഞു നോക്കും. ഒരു കൗണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. എടാ ഒന്ന് പറഞ്ഞെന്ന് പറയും. ഞങ്ങൾ പറഞ്ഞു നോക്കുമ്പോ കൊള്ളാമെങ്കിൽ അത് ഇവൻ എഴുതിയിടും. കൊള്ളത്തില്ലേ വേണ്ടെന്ന് ഞാനാ കേട്ടോ എഴുതുന്നത്. എഴുതത്തില്ല, അക്ഷരത്തെറ്റാകട്ടോ. ഒരു 4-5 കെട്ടുണ്ട് ഇവിടെ. എഴുതുന്നതല്ല അക്ഷരത്തെറ്റാ. നീ എഴുതുന്ന പോലും ഇല്ലല്ലോ. മലയാളത്തിന് എങ്ങനെയാണ് A+ കിട്ടിയ? അത് പഠിച്ചു കാര്യമില്ല. ഇത് പെട്ടെന്ന് എഴുതുന്നതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. മലയാളത്തിലേക്ക് A+ കിട്ടിയത് ഒരു വലിയ ചോദ്യം അവൻ ചോദിച്ചിട്ടുണ്ട്. കാണും കേട്ടോ, സാറുമാര് കാണും. മലയാളം നമ്മുടേതായിട്ടുള്ള രീതി എഴുതണ്ടല്ലേ. അത് വായിക്കുമ്പോ വേറെ ഭാഷ എഴുതി വെക്കുന്ന വേറെ എന്താണ്. അത് ആ സമയം പെട്ടെന്ന് എഴുതേണ്ട വരുന്നത് കൊണ്ടാ. നമ്മുടെ മൈൻഡിൽ ഒരു വാക്ക് വരുമ്പോ പെട്ടെന്ന് എഴുതും. ഇല്ല, ഞാൻ ഇത് ഓർത്തൊന്നും എഴുതുന്നല്ല. ഒരു സംഭവം പറയും, അത് ചുരുക്കി ഞാൻ എഴുതുക. ചുരുക്കി എഴുത്തും അബദ്ധം. ചുരുക്കി എഴുത്ത് അത് വായിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നോ? ചില ഇപ്പൊ കറക്റ്റായി വരുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ എഴുതുമ്പോ മൊത്തം തെറ്റാ. എടാ വിചാരിച്ചാ ശരിയാക്കാം. ചുമ്മാ എഴുതി കൊടുക്കും. നമ്മളപ്പം തന്നെ അങ്ങ് റഫായിട്ട് അങ്ങ് എഴുതുന്നതാ. അത് അത്രേ ഉള്ളൂ. നീ കണ്ടില്ലേ നിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളും പറ. അവര് 4 ദിവസം വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ 4 ദിവസത്തെ പ്രാക്ടീസ് കഴിയുമ്പോഴായിരിക്കും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഡേറ്റ് വരുന്നത്. അപ്പൊ സ്കിറ്റ് കിട്ടും. ഈ തമ്പിയുള്ള ആ ഒരു ഇതിലും നിങ്ങളുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു? അത് കംപ്ലീറ്റ് അവരുടെ തന്നെയായിരുന്നു? അതായത് അവരെപ്പോഴും തരും നമുക്ക്. പക്ഷെ അത് മാറി അവരിപ്പൊ ഞങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടീമിനെ വിളിക്കില്ല. ആ സമയത്ത് ഞങ്ങൾ പോയിരുന്നു പറഞ്ഞു നോക്കും. എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം, ഏത് മോഡുലേഷനിൽ പറയണം, അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൗണ്ടർ മാത്രമായിട്ട് ഇങ്ങനെ പറയും. പിന്നെ അത് ഏത് രീതിയിൽ പറയണം പറഞ്ഞു നോക്കും. എങ്ങനെ ഈ രീതി പറയാം, ആ രീതി പറയാന്ന് ഞങ്ങൾ പറഞ്ഞ് കറക്റ്റ് ആക്കും. എങ്ങനെ സ്റ്റേജിൽ വെച്ച് എന്തേലും ഒരു കയ്യിൽ ജസ്റ്റ് സ്ലിപ്പായി കഴിയാൽ എന്തേലും കയ്യിൽ വിട്ട് അവിടെ പറയും. ഈ അത് സ്പോട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ഈ പഞ്ചറൊട്ടിക്കുന്ന ഒരു സ്കിറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ളത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ മറ്റേ കൗണ്ടറും കാര്യങ്ങളൊക്കെ? അത് അതിന് മുമ്പ് കളിച്ച സ്കിറ്റ് മൊത്തം 15 അടിച്ച് കിടക്കും. ഞങ്ങള് താന്ന് കിടക്കുന്ന ഒരു സമയം. അപ്പൊ ഭയങ്കര വിഷമമായിപ്പോ. ഇനി കളിക്കുമ്പോ കേറുവോ ഇല്ലയോ, മുടിയെല്ലാം വെട്ടി പറ്റയടിച്ച് പോയേക്കുവായിരുന്നു. എന്തോ ഒരു വലിയ പ്രതീക്ഷയില്ലായിരുന്നു ഇനി അടുത്ത പ്രാവശ്യം എന്തോ. അപ്പൊ അവിടെ ചെന്ന് സ്കിറ്റ് എല്ലാം കിട്ടി. കുഴപ്പമില്ല, നല്ല ഞങ്ങളിരുന്ന് പ്രാക്ടീസ് ചെയ്ത് എന്റെ തൊണ്ട പോയി. ഞാൻ അതിനകത്തൊരു മാമനേട്ട ദേഷ്യമുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഒത്തിരി അലറുന്നൊക്കെ ഇതുണ്ട്. വളരെ സംസാരിക്കുന്നുണ്ട്. എപ്പോഴും ചെയ്ത് എന്റെ തൊണ്ട അടങ്ങി. അതിപ്പോ ഫ്ലോറിൽ കയറിയപ്പോ കറക്റ്റ് രസം ഉണ്ടായിരുന്നു. ഒരു ബാസുള്ള ശബ്ദമായിരുന്നു. കേറി കളിച്ച് ഗോൾഡൻ അടിച്ച്.